ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ് ആപ്പ്. ഞാൻ എം ജെ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 മാത്സിലെ തെർമോഡൈനാമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനെന്തില്ല, സമയം തീരെയില്ല. അതുപോലെ വീഡിയോ വളരെ ലെങ്തി ആയാലും ആരും കാണണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് വീഡിയോ കൂടുതൽ ലെങ്തി ആവുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തന്നെ ഇടാത്തത്. അതിനുള്ള സാഹചര്യം നമ്മളതിലിപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കാതെ വേഗം ഒരു 30 മിനിറ്റിലൊക്കെ ഒന്ന് ഒതുക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT തന്നെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വരിക, ഇക്വേഷൻസ് ഒക്കെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ വെച്ചിട്ടാണ് കണക്ക് വരിക എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞുതരാം. ഒരു 5-10 മിനിറ്റിൽ എന്ത് ചെയ്യാം, വേഗം ഒന്ന് വീഡിയോ ഒതുക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണം എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് എന്ത് ചെയ്യും ചെയ്ത് തരുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്ത് തരുന്നുണ്ട്. അപ്പം എന്താണ്, അപ്പം നമുക്ക് ചെയ്യാം. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, എല്ലാ പാർട്ടിനും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഈ ഓർഗാനിക് ഒന്ന് എടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഓർഗാനിക് ഒക്കെ ഒന്ന് എടുത്ത് തരുമോ. ഓർഗാനിക് ഒന്ന് എടുക്കാനുള്ള ടൈം നമ്മളെ കയ്യിലില്ല. കാരണം എക്സാമിന് വളരെ 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒന്നും ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, മാത്സും ഫിസിക്സും ഒക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ ഇട്ട് ഒരു 5-6 വീഡിയോ ഒക്കെ അല്ലെങ്കിൽ മിനിമം 3 വെച്ച് ഞാൻ ഇടാൻ ശ്രമിക്കാം, ചെറിയ ചെറിയ വീഡിയോകളായിട്ട്. അപ്പം എന്ത് ചെയ്യാം, നിങ്ങളെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എടാ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയതായതാ. ആദ്യത്തെ കാര്യം തന്നെ ടൈപ്സ് ഓഫ് സിസ്റ്റം ആണ് നമ്മളെ തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ. ഇതാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം. ഇത് അധികം ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല, പക്ഷെ ചോദിക്കാവുന്നതിൽ പെട്ടൊന്നാണ്. കാരണം എക്സാമിന്റെ ഒരു അതായത് ഇത്ര കാലം വന്നിരുന്ന ഒരു ഫോർമാറ്റ് മാത്രം മാറ്റുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ടൈപ്സ് ഓഫ് സിസ്റ്റം ചോദിച്ചിരിക്കും. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ, ഇതും അധികം ചോദിക്കുകയാണെങ്കിൽ ഇതിലെന്താണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. ഇതിൽ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു നിങ്ങൾ. എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് വിത്ത് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെച്ചോ. ചോദിക്കും, ഡിഫറൻഷിയേറ്റ് ചെയ്യാനും വിത്ത് എക്സാമ്പിൾ ചോദിക്കും നിങ്ങളോട്. അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് എന്ത് ചെയ്യാനും അതിനൊന്ന് വേർതിരിച്ച് എഴുതാൻ ചോദിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എടുത്താൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ലോ വിത്ത് എന്താണ് അതിന്റെ ഒരു ഇക്വേഷൻ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W. അതിന് തന്നെ നമ്മൾ മാറ്റി എന്ത് ചെയ്താൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് പി ഡെൽറ്റ വി. കാരണം W എന്താണ്, വർക്ക് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് പി ഡെൽറ്റ വി. തെർമോഡൈനാമിക് വർക്കാണ് എന്ത് മൈനസ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, Q മൈനസ് പി ഡെൽറ്റ വി എന്നായി നമ്മളെ ഇക്വേഷൻ. അത് കൂടാതെ ഇതും ചോദിക്കും, എന്താണ് ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. അതുപോലെ തന്നെ ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് മറന്നു പോയത്. നിങ്ങളൊന്ന് ചെറിയ ട്രിക്ക് പറഞ്ഞത്, യു ആണെങ്കിൽ അതുപോലെ തന്നെ ഷേപ്പ് ഉള്ള ആളല്ലേ വി. യുയും വി ഏകദേശം ഒരേപോലെ അല്ല. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, യുയും വി ഒരേപോലെ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡെൽറ്റ യു ആണെങ്കിൽ ക്യൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ പറയാ ഫൈൻഡ് ദ ഹീറ്റ് സപ്ലൈഡ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയും. അപ്പൊ ഫൈൻഡ് ഹീറ്റ് സപ്ലൈഡ് കോൺസ്റ്റന്റ് വോളിയം എന്താ നിങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഡെൽറ്റ യു ആണ് കാണേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ശ്രദ്ധിക്കാം. എൻതാൽപ്പി ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഫസ്റ്റ് ലോ കഴിഞ്ഞാൽ പിന്നെ എൻതാൽപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എൻതാൽപ്പി, അതുപോലെ തന്നെ നമ്മളെ എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഇതിന്റെ 3 ഡെഫിനിഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിയസ് ഗിബ്സ് എനർജി, ഇത് 3 ഡെഫിനിഷൻ എന്ത് ചെയ്യും ചോദിക്കും. ഞാൻ ടിക്ക് ഇട്ട് വെക്കാം. ഡെഫിനിഷൻ ചോദിക്കുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ടിക്ക് ഇട്ട് വെക്കാം. ഫസ്റ്റ് ലോ ഇതാ. അടുത്താണ് സെക്കൻഡ് ലോ, തേർഡ് ലോ. അതിൽ ഏറ്റവും സെക്കൻഡ് ലോ ആണ് പിന്നെയും ഇമ്പോർട്ടന്റ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒന്ന് ടിക്ക് ഇട്ട് വെക്കാം. തേർഡ് ലോ നിങ്ങളോട് ചോദിക്കത്തില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് എഴുതി കൊടുത്തേക്കണം, പഠിച്ചു വെച്ചേക്കണം. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയത് ഞാൻ മാറ്റുന്നത്. ഇതിൽ കൂടുതൽ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. മാത്തമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും, കണക്ക് നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഒക്കെ നോക്കി വെക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് സാധനം, ഇതൊന്ന് പഠിച്ചു വെച്ചോ. എന്താണ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആണ് ഡെൽറ്റ യു ചോദിച്ചിരിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എൻ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെഫിനിഷൻ ചോദിക്കും. ലാറ്റിസ് എൻതാൽപ്പി ഡെഫിനിഷൻ ചോദിക്കും. ഹെസ്സസ് ലോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഡെഫിനിഷൻ ചോദിക്കും. ഇതിൽ 3 എന്ത് ചെയ്യുക, ഈ 3 നിങ്ങൾ പഠിച്ചു വെക്കുക. ബോൺ ഹേബർ സൈക്കിൾ ഇസ് അനദർ ഇമ്പോർട്ടന്റ് വൺ ആണ്. കാരണം ബോൺ ഹേബർ സൈക്കിൾ ഓഫ് NaCl എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിരിക്കും. മിക്കവാറും ഇത്തവണ ഇത്രയും ഈ ഒരൊറ്റ എക്സാമിൽ നമുക്ക് ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ബോൺ ഹേബർ സൈക്കിൾ ഓഫ് NaCl എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ബോൺ ഹേബർ സൈക്കിൾ ഓഫ് NaCl, ഇത് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആണ്. എന്റെ പ്രഡിക്ഷനിൽ ഇത് വെച്ചൊരു കണക്ക് വരും. ബോൺ ഹേബർ സൈക്കിൾ ചോദിക്കാം, എക്സ്റ്റൻസീവ് ഇന്റൻസീവ് ഒക്കെ ചോദിക്കാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ഇട്ടതെല്ലാം നിങ്ങൾ പഠിച്ചു പോയിക്കോ ധൈര്യമായിട്ട്. ഇത് വെച്ചാണ് നമ്മൾ എന്തിന് കണക്ക് ചോദിച്ചാൽ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക.
ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളെ മോഡൽ എക്സാമിൽ ഒരു പ്രോബ്ലം ചോദിച്ചിരുന്നത്. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലം വരാൻ ഇനിയും സാധ്യത, അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാൽക്കുലേറ്റ് എൻതാൽപ്പി ഫോർ ദ റിയാക്ഷൻ ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇത് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ കറക്റ്റ് അങ്ങ് പഠിച്ചു പോയാൽ മതി, അതേ ചോദിക്കുള്ളൂ എന്നാണ് എന്റെ പ്രഡിക്ഷൻ. സ്പോണ്ടേനിയസ് പ്രോസസ് ഡെഫിനിഷൻ പഠിക്കാനുള്ള സാധനമാണ്. എൻതാൽപ്പി ഡയഗ്രാം ഫോർ എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക്, ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു എക്സാമിന് നമുക്ക് ചോദിച്ചൊരു സാധനമാണ്. എന്താണ് എൻതാൽപ്പി ഡയഗ്രാം ഫോർ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ, ഈ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ എന്ത് ചെയ്തു പഠിച്ചു വെക്കുക. ഇനി ചോദിക്കോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടൈനിറ്റി, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ് എൻട്രോപ്പിയും സ്പോണ്ടൈനിറ്റിയും തമ്മിലുള്ളത്? ഡെൽറ്റ എസ്, അതായത് എൻട്രോപ്പി പോസിറ്റീവ് ആണോ സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ? എൻട്രോപ്പി നെഗറ്റീവ് ആണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്. എൻട്രോപ്പി സീറോ ആണ്, എന്താണ് ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇക്വേഷനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് ചോദിക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഇക്വേഷൻ കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് എല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അതാണ് എന്ത് ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി, ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഗിബ്സ് എനർജി നെഗറ്റീവ് ആയാൽ അത് സ്പോണ്ടേനിയസ് ആണ്, ഗിബ്സ് എനർജി പോസിറ്റീവ് ആയാൽ അത് നോൺ സ്പോണ്ടേനിയസ് ആണ്, ഗിബ്സ് എനർജി സീറോ ആയാൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. പിന്നെ എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി ചോദിച്ചേക്കാം, എന്താണ് ടെമ്പറേച്ചറിന്റെ എഫക്ട് എന്നൊക്കെ. അപ്പൊ ഇത്രയും എന്റെ പ്രഡിക്ഷൻ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ എക്സ്റ്റെൻസീവ് ഫസ്റ്റ് ലോ ഇത് വെച്ചൊരു കണക്ക്, SS ലോ, പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് എൻതാൽപ്പി ഫോർ ദ റിയാക്ഷൻ ക്വസ്റ്റ്യൻസ്. പിന്നെ എങ്ങനെ വന്നിട്ട് നമ്മള് പിന്നെ ഇതിലൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്റെ പ്രഡിക്ഷന്റെ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, പിന്നെന്താണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള കണക്ക്, പിന്നെ SS ലോ, അല്ലെങ്കിൽ ഞാൻ ടിക്കറ്റിലൊക്കെ ഏതെങ്കിലും ചോദിക്കും. പക്ഷെ എന്റെ പ്രഡിക്ഷൻ ആണ് ഈ പറഞ്ഞത്. പിന്നെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു കണക്ക് ചോദിച്ചേക്കാം. അപ്പൊ എന്ത് ചെയ്യും, എല്ലാം ചോദിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതിലൊക്കെ ഏതെങ്കിലും ഒന്ന് വന്നേക്കാം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ ഇമ്പോർട്ടന്റ് ഇട്ടതെങ്കിലും ഒന്ന് പഠിച്ചു. എല്ലാം ഇമ്പോർട്ടന്റ് ഇട്ടിട്ടില്ല, അതിൽ ഞാൻ 2-3 ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പരമാവധി നേരുന്നുണ്ട്. ഞാൻ ചുരുക്കിയിട്ടാണ് ഇതിൽ കൂടുതൽ ഇക്വേഷൻസ് മാത്രം ഉൾപ്പെടുത്തിയില്ല ഞാൻ ഈ സ്ലൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെങ്കിലും ഒന്ന് പഠിച്ചു പോകും.